അപ്പോൾ ഇത് വുഡ് ആപ്പിൾ പറിക്കാൻ പോയ കഥയാണേ. അപ്പോൾ നമ്മൾ മലയാളത്തിൽ വിലാമപ്പഴം എന്നാണ് ഇതിന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ വുഡ് ആപ്പിളിൻ്റെ സീസൺ അല്ല, എങ്കിലും ഒന്ന് രണ്ടും പഴങ്ങളൊക്കെ കിട്ടും കേട്ടോ. വുഡ് ആപ്പിളിൻ്റെ സീസൺ എന്ന് പറയുമ്പോഴും ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ്. അപ്പോൾ ഈ സമയത്ത് വളരെ കൂടുതലായിട്ട് കിട്ടും. അല്ലാത്ത സമയങ്ങളിൽ ഒന്ന് രണ്ടും പഴങ്ങളൊക്കെ കിട്ടുവേ. സീസൺ സമയത്താണെങ്കിൽ വലിപ്പം അനുസരിച്ച് 10 രൂപയ്ക്ക് 2, 3 ഒക്കെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം 10 രൂപയ്ക്കാണ് കിട്ടുന്നത്, കാരണം അൺസീസൺ അല്ലേ, അത് കാരണം. വുഡ് ആപ്പിളിനകത്ത് ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ദഹനത്തിന് വളരെ നല്ലതാണിത്. അതുമല്ല, മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് വുഡ് ആപ്പിൾ വളരെ നല്ലതാണ്. ഇവിടെ എല്ലാവരും ഇത് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നതിനോട് വലിയ ഇഷ്ടമല്ല. ഞാനിത് രണ്ടായിട്ട് മുറിച്ചിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മുറിക്കാൻ പറ്റത്തില്ല, പൊട്ടിച്ചെടുത്തിട്ട് സ്പൂൺ വെച്ച് കോരി കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മധുരവും പുളിയും എല്ലാം കൂടി ഉള്ള ഒരു ടേസ്റ്റാണ്. പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. തേൻ ചേർത്തിട്ട് സ്മൂത്തി ഉണ്ടാക്കിയാലും നല്ലതാണ്. അപ്പം ഞാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് 2 മരമുണ്ട് വുഡ് ആപ്പിളിൻ്റെ. ഒരെണ്ണം കുറച്ച് ചെറുതാണ്. ഇത് പുളിമരമാണ്. പുളിമരത്തിൻ്റെ അടുത്ത് തന്നെ ഒരു മരം ഇതുണ്ട്. ഇതാണ് വുഡ് ആപ്പിളിൻ്റെ മരം. പക്ഷെ മരം കണ്ടാൽ രണ്ടും പുളിമരത്തിനോട് വളരെയധികം സാദൃശ്യം തോന്നും. പക്ഷെ അത് വുഡ് ആപ്പിൾ മരമാണ്. ഇത് ആ കാണുന്നതെല്ലാം പുളിമരം, ഇതെല്ലാം പുളിമരം. അപ്പോൾ ഈ 2 മരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു മരം കുറച്ച് ചെറുതാണ്, ഒരു മരം കുറച്ച് പ്രായമായ മരമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുഞ്ഞു കായകളാണ് അതൊന്ന് കിട്ടുന്നത്. ഇത് പ്രായമുള്ള മരത്തിൽ നിന്ന് കിട്ടിയ കായാണ്. അത് എപ്പോഴും കിട്ടുന്ന കുഞ്ഞു കായാണ്. ഇതാണ് അപ്പോൾ വലിയ മരം. കുറേ പ്രായമുള്ള മരം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കായകളൊക്കെ തീരെ ചെറുതാണ്. പക്ഷെ ഈ മരത്തിലെ കായ്ക്കാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം ഞങ്ങൾക്ക് കുറച്ച് കായ് കിട്ടി. അതുകൊണ്ട് വീട്ടിലോട്ട് പോവുകയാണേ. അതുകൊണ്ട് ഇത്രയും കായ് കിട്ടി.